കൂടെ നമുക്കിന്ന് ബോട്ടം സ്ട്രീമിൽ ഒരു ഇത്രയോടെ ലെവലാണ് കളയുക. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇതാദ്യത്തെ, ഇത് രണ്ടാമത്തേത്, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഇത്രയും ക്വസ്റ്റൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഈ ക്വസ്റ്റിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മാത്രമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പോയി നിൽക്കാൻ മതി. അപ്പോൾ ആ ക്വസ്റ്റിലേക്ക് പോയിക്കോളൂ. ഓക്കെ, ചിലപ്പോൾ ഓരോ ക്വസ്റ്റിനും ഓട്ടോമാറ്റിക്കായിട്ട് ചാപ്റ്റർ എന്ന് പറഞ്ഞ ഇത് കാണിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ ബോട്ട് ഗോസ് 48 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 20 അവർ. ഒരു ബോട്ട് 48 കിലോമീറ്റർ ഡൗൺ സ്ട്രീം 20 മണിക്കൂർ കൊണ്ട് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടുമല്ലോ. ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ എത്ര കിട്ടും? 2.4 കിലോമീറ്റർ പെർ അവർ കിട്ടും. ഇറ്റ് ടേക്സ് 4 hours more to cover the same distance against the stream. ഓക്കെ, അപ്പ് സ്ട്രീം പോരുമ്പോൾ 4 മണിക്കൂർ കൂടുതൽ എടുക്കും. ഡൗൺ സ്ട്രീം പോകാൻ 20 മണിക്കൂർ. അപ്പോൾ അപ്പ് സ്ട്രീം പോകാൻ എത്രയാണ്? 24 മണിക്കൂർ. അപ്പോൾ നമുക്ക് അപ്പ് സ്ട്രീം സ്പീഡും കിട്ടുമല്ലോ അവിടെ നിന്ന്. അപ്പോൾ അവിടെ 48 കിലോമീറ്റർ തന്നെയാണ്. 48 × 24, അപ്പോൾ 2 കിലോമീറ്റർ പെർ അവർ കിട്ടും. വാട്ട് ഇസ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ? ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. ബോട്ടിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീം സ്പീഡും കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ഇപ്പോൾ 2.4ൻ്റെ കൂടെ 2 കിട്ടിയാൽ 4.4, പകുതി എടുത്താൽ 2.2 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് മോട്ടോർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് 45 കിലോമീറ്റർ പെർ അവർ. നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 45 കിലോമീറ്റർ പെർ അവർ. ഇഫ് ദ മോട്ടോർ ബോട്ട് ട്രാവൽസ് 80 കിലോമീറ്റർ എലോങ് ദ സ്ട്രീം ഇൻ 1 hour 20 minutes. ഓക്കെ, നമ്മുടെ ബോട്ട് എലോങ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം, അതായത് വെള്ളത്തിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മുടെ ബോട്ട് 80 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാൻ 1 മണിക്കൂറും 20 മിനിറ്റ് കൊടുക്കും. ഇന്ന് ടൈം ടേക്കൺ ബൈ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ സ്ട്രീം വിൽ ബി. അങ്ങനെയാണ് അപ്പ് സ്ട്രീം പോകുമ്പോൾ എന്തോരം സമയം എടുക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കുക, ബോട്ടിൻ്റെ സ്പീഡുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡിൻ്റെ കൂടെ സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ കൂട്ടുക. ഇതാണ് നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡ്. എന്നിട്ട് ടൈം വെച്ച് ഗുണിക്കുക. അപ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും അല്ലേ? 20 മിനിറ്റ്, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60. 20 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 1/3 അല്ലേ? അപ്പോൾ 1 and 1/3 അവറാണ് ഈ ടോട്ടൽ ടൈം. 1 and 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3. ഈ സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ, നമ്മുടെ ടൈം ഇപ്പോൾ അവറിലായി. സ്പീഡ് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടും, അതായത് 80. ഇനി സോൾവ് ചെയ്ത് നമുക്ക് എസ് കിട്ടും. 4 അങ്ങോട്ട് കിട്ടിയാൽ 20, 3 അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 60 ആവും. 45-ലൂടെ എത്ര വിടുമ്പോൾ 60 കിട്ടുന്നത്? 15 അല്ലേ? സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടി 15. ഇനി തിരിച്ചു പോകാൻ 80 കിലോമീറ്റർ. തിരിച്ചു വരുമ്പോൾ അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുക. 45 നിന്ന് 15 കുറയ്ക്കുക, അപ്പോൾ 30 കിട്ടും. 80 കിലോമീറ്റർ 30 കിലോമീറ്റർ പെർ അവർ തന്നെ. അപ്പോൾ ടൈം ഡിവൈഡ് ചെയ്താൽ പോരെ, എത്ര കിട്ടും? 3 × 6, പിന്നെ 2/3. അപ്പോൾ 2 and 2/3 അവർ എന്ന് കിട്ടും. 2/3 അവർ, ഈ അവറിനെ മിനിറ്റ് ആക്കുക. 2/3 × 60 ചെയ്ത് കഴിഞ്ഞാൽ 20 വരും. അപ്പോൾ 2 മണിക്കൂറും 40 മിനിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ട്രീമിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കൂ, നമ്മുടെ ബോട്ട് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്തോരം ദൂരം പോവും? 1 hour 20 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 and 1/3, അതായത് 4/3 അവർ. 4/3 × 45 ചെയ്ത് കഴിഞ്ഞാൽ 15, 60 കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് ബോട്ട് തന്നെത്താനെ പോവുകയാണെങ്കിൽ 60 കിലോമീറ്റർ പോകത്തുള്ളൂ. പക്ഷേ സ്ട്രീമിൻ്റെ ഒപ്പം പോയതുകൊണ്ട് 80 കിലോമീറ്റർ പോയി. ശരിയല്ലേ? അപ്പോൾ 60 കിലോമീറ്ററേ ബോട്ട് മാത്രം പോവുകയാണെങ്കിൽ പോകത്തുള്ളായിരുന്നു. സ്ട്രീമിൻ്റെ ഒപ്പം കൂടെ പോയപ്പോൾ, അതായത് സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ കിട്ടിയതുകൊണ്ടാണ് 80 കിലോമീറ്റർ പോയത്. അപ്പോൾ 20 കിലോമീറ്റർ എക്സ്ട്രാ പോയത് നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡും ഉണ്ടോ? ശരിയല്ലേ? ടൈം 4/3 ഇൻറ്റു സ്ട്രീമിൻ്റെ സ്പീഡ് ചെയ്യുമ്പോഴാണ് 20 കിലോമീറ്റർ കിട്ടുന്നത്. ഈ 4 അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 5, അപ്പോൾ എസ് = 3, 5, 15 കിട്ടും. ഓക്കെ, ഇപ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടി. ഈ കാൽക്കുലേഷനൊക്കെ പേന എടുക്കാതെ നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടി 15. ഇനി അപ്പ് സ്ട്രീം പോകാനായിട്ട് ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുക. 45 15 പോയി കഴിഞ്ഞാൽ 30. അപ്പോൾ 80 കിലോമീറ്റർ 30 പോകണം. 80/30 ചെയ്ത് കഴിഞ്ഞാൽ 2 and 2/3 കിട്ടും. 2/3 അവർ. 1/3 അവർ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്. അപ്പോൾ 2/3 എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്. അപ്പോൾ 2 hour 40 minutes. ഓക്കെ, അടുത്ത ചോദ്യം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് 5 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ബോട്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. വൈൽ റിവർ ഈസ് ഫ്ലോയിങ് വിത്ത് സ്പീഡ് ഓഫ് 2 കിലോമീറ്റർ പെർ അവർ. നമ്മുടെ വെള്ളത്തിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ദ ടൈം ടേക്കൺ ടു കവർ എ സെർട്ടൻ ഡിസ്റ്റൻസ് അപ്പ് സ്ട്രീം ഇസ് 2 or more than ടൈം ടേക്കൺ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. ഓക്കെ, അപ്പ് സ്ട്രീം പോകാനെടുക്കുന്ന ടൈം ഡൗൺ സ്ട്രീം പോകാനെടുക്കുന്ന ടൈമിനേക്കാൾ 2 മണിക്കൂർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഓക്കെ, ബോട്ടിൻ്റെ സ്പീഡുണ്ട്, സ്ട്രീമിൻ്റെ സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും സ്പീഡ് കിട്ടത്തില്ലേ?
അപ്സ്ട്രീം എത്രയാണ്? 2 കൂടെ കുറയ്ക്കുക 3. ഡൗൺ സ്ട്രീം എത്രയാണ്? 2 കൂടെ കൂട്ടുക 7. അപ്പോൾ നമ്മൾ അപ്സ്ട്രീം പോകുന്ന ഡിസ്റ്റൻസും ഡൗൺ സ്ട്രീം പോകുന്ന ഡിസ്റ്റൻസും സെയിമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡ് റേഷ്യോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈം റേഷ്യോ കിട്ടും. അപ്പോൾ സ്പീഡ് റേഷ്യോ 3ഉം 7ഉം. അപ്പോൾ ടൈം റേഷ്യോ എന്ന് പറയുന്നത് 7ഉം 3ഉം ആയിരിക്കും. ഓക്കെ, ഈ ടൈമിൻ്റെ വ്യത്യാസം തന്നിട്ടുണ്ട്. അപ്സ്ട്രീം പോകാൻ 2 മണിക്കൂർ കൂടുതൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3ഉം 7ഉം വ്യത്യാസം 4 അല്ലേ? 4ആണ് ഈ കിടക്കുന്ന 2 അവർ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1/2 അവറാണ്. അപ്പോൾ 7 എന്ന് പറയുന്നത് 7 × 1/2, അതായത് 3.5. 3 എന്ന് പറയുന്നത് 3 × 1/2, അപ്പോൾ 1.5. അപ്പോൾ നമുക്ക് സ്പീഡുണ്ട് 3 km/h 7 km/h. ടൈമുണ്ട് 3.5 അവറും 1.5 അവറും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ 3 × 3.5 ചെയ്യുക. അപ്പോൾ 9ഉം 1.5ഉം 10.5 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വിളിക്കും 7 × 1.5. 7ൻ്റെ കൂടെ 7ൻ്റെ പകുതി കിട്ടുക. അപ്പോൾ 7ഉം 3.5ഉം 10.5 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായോ? അടുത്തത്, എ മാൻ ക്യാൻ റോ ടു 10 km/h ഇൻ സ്റ്റിൽ വാട്ടർ. ഒരാൾക്ക് 10 km/h തുഴഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ പുള്ളിയുടെ ബോട്ടിൻ്റെ സ്പീഡാണ് തന്നിരിക്കുന്നത്. ഇഫ് ഹി ടേക്സ് ടോട്ടൽ 5 hours ടു ഗോ ടു എ പ്ലേസ് 24 km away ആൻഡ് റിട്ടേൺ, ദ സ്പീഡ് ഓഫ് ദ വാട്ടർ കറന്റ് ഈസ്. ഓക്കെ, അയാൾ 24 കിലോമീറ്റർ അകലുള്ള ഒരിടത്ത് പോയിട്ട് വരാനായിട്ട് മൊത്തം 5 മണിക്കൂർ എടുത്തെങ്കിൽ നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കി, പുള്ളി വെള്ളത്തിലല്ലേ പോകുന്നത്. അങ്ങോട്ട് പോകുന്നതും 24 കിലോമീറ്റർ, തിരിച്ച് വരുന്നതും 24 കിലോമീറ്റർ. അപ്പോൾ പോയിട്ട് തിരിച്ച് വരാം. അപ്പോൾ ഒരു തവണ പോകുമ്പോൾ ഡൗൺ സ്ട്രീമും പിന്നെ തിരിച്ച് വരുമ്പോൾ അത് അപ്പ് സ്ട്രീം ആയിരിക്കും. അല്ലെങ്കിൽ പോകുമ്പോൾ അപ്പ് സ്ട്രീമും തിരിച്ച് വരുമ്പോൾ ഡൗൺ സ്ട്രീം ആയിരിക്കും. അപ്പോൾ എന്തായാലും മൊത്തം 24 48 കിലോമീറ്റർ പുള്ളിക്ക് ട്രാവൽ ചെയ്യണം. ഈ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡിൻ്റെ കൂടെ സ്ട്രീമിൻ്റെ സ്പീഡ് കൂടുമ്പോഴാണ്. ബോട്ടിൻ്റെ സ്പീഡ് 10, സ്ട്രീമിൻ്റെ സ്പീഡ് നമുക്ക് അറിയത്തില്ല. അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കണം. ഇവിടെ ടോട്ടൽ ടൈം 5 അവറാണ്. അതായത് 24/10 പ്ലസ് 24/10 ചെയ്യുമ്പോൾ നമുക്ക് 5 അവർ കിട്ടുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് അങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഇട്ട് സോൾവ് ചെയ്യാം. ഓപ്ഷൻസ് ഇടുക എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡാണ്. ഈ സ്ട്രീമിൻ്റെ സ്പീഡ് ഓപ്ഷൻസ് തന്നേക്കുന്നത്. ഇത് ഓരോന്നും ഇവിടെ ഇടുക, ഡിവൈഡ് ചെയ്തിട്ട് കൂട്ടുമ്പോൾ 5 അവർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഇട്ട് നോക്കാം, 2 km/h. 10ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 12, 12 അപ്പോൾ 24/12 ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇനി 24/10 മൈനസ് 10ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 8, 24/8 ചെയ്താൽ 3, 3 2 കൂട്ടി കഴിഞ്ഞാൽ 5 അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയതുകൊണ്ടും ഓപ്ഷൻസിൽ ആദ്യം തന്നെ ആൻസർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനിയിപ്പോൾ ഇത് ചെയ്തെടുക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പറയട്ടെ. 24/10 പ്ലസ് 24/10 മൈനസ് = 5 കിട്ടണം. ഇവിടുന്ന് 24 കോമൺ എടുത്തു കഴിഞ്ഞാൽ 24 പുറത്ത് വരും. 1/10 പ്ലസ് 1/10 മൈനസ് എന്ന് വരും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്പിൾ ആയിട്ട് കൂട്ടി കഴിയുമ്പോൾ 10 പ്ലസ് 10 മൈനസ് എന്ന് വരും. എസും പോകും. അപ്പോൾ 10 + 10 20 എന്ന് കിട്ടും. ഇവിടെ 24. താഴെ 10 + × 10 മൈനസ്, അത് a + b × a - b a² - b² ആയി. അപ്പോൾ അത് 100² - s² എന്ന് വരും, = 5. 5 ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 4. അപ്പോൾ 4 × 24 ചെയ്ത് കഴിഞ്ഞാൽ 80 16 96 എന്ന് കിട്ടും. 96 = 100 - s². അപ്പോൾ s² = 4 എന്ന് കിട്ടും, s = 2 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോട്ട് ടേക്സ് 3 hours ടു ട്രാവൽ ഫ്രം പ്ലേസ് M to N ഡൗൺ സ്ട്രീം ആൻഡ് ബാക്ക് ടു N to M അപ്പ് സ്ട്രീം. ഓക്കെ, ഒരു ബോട്ട് എമ്മിൽ നിന്ന് എന്നിലേക്ക് ഡൗൺ സ്ട്രീം പോവും, തിരിച്ച് എന്നിൽ നിന്ന് എമ്മിയിട്ട് അപ്പ് സ്ട്രീം പോവും. അതിന് മൊത്തം 3 hour എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് 4 km/h. നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡുണ്ട് 4 km/h. അങ്ങനെ ആ 2 സ്ഥലം നമ്മളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോക്കി, നമുക്ക് എമ്മിനും എന്നിടയ്ക്കുള്ള ഡിസ്റ്റൻസ് അറിയത്തില്ല. നമുക്ക് ആ ഡിസ്റ്റൻസ് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. ഇനി ബോട്ടിൻ്റെ സ്പീഡ് അറിയാം 4 km/h. ടോട്ടൽ ടൈം അറിയാം 3. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺ സ്ട്രീമും തിരിച്ച് അപ്പ് സ്ട്രീമും ആണെന്ന് വിചാരിക്കുക. ഡൗൺ സ്ട്രീം പോകുമ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എക്സ്, സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡിനോടെ സ്ട്രീമിൻ്റെ സ്പീഡ് കൂട്ടുക. സ്ട്രീമിൻ്റെ സ്പീഡ് അറിയത്തില്ല. അപ്പോൾ 4 + s പ്ലസ് x/4 - s. ഇത് ബോട്ടിൻ്റെ സ്പീഡ്, സ്ട്രീമിൻ്റെ സ്പീഡ്. ഇത് അപ്പ് സ്ട്രീം സ്പീഡ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടും. നോക്കി, ഇവിടെ നമ്മുടെ ഈ ഇക്വേഷനിൽ 2 വേരിയബിൾ ഉണ്ട്, എക്സും ഉണ്ട് എസ്സും ഉണ്ട്. 2 വേരിയബിളുള്ള ഒരു ഇക്വേഷൻ മാത്രം ഇട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഡാറ്റ ഇൻഇൻഡിക്കേറ്റഡ് ആണ്. നമുക്ക് ഒന്നുകിൽ ഇവരുടെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ സ്ട്രീമിൻ്റെ സ്പീഡോ തരുവാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഡാറ്റ ഇൻഇൻഡിക്കേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഈ സ്റ്റീമർ ഗോസ് ഡൗൺ സ്ട്രീം ഫ്രം വൺ പോർട്ട് ടു അനദർ ഇൻ 4 hours. ഈ സ്റ്റീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം എഞ്ചിൻ വെച്ച് വർക്ക് ചെയ്യുന്നൊരു ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ട് ഡൗൺ സ്ട്രീം പോകാനായിട്ട് ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് ഡൗൺ സ്ട്രീം പോകാൻ 4 മണിക്കൂർ എടുക്കും. ഇറ്റ് കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് അപ് സ്ട്രീം ഇൻ 5 hours. സെയിം ഡിസ്റ്റൻസ് അപ് സ്ട്രീമിൽ വരാൻ 5 മണിക്കൂർ എടുക്കും. ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇസ് 2 km/h, അതായത് വെള്ളത്തിൻ്റെ സ്പീഡുണ്ട് 2 km/h, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോർട്ട്. ആ പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ നോക്കി, പുള്ളി ഡൗൺ സ്ട്രീം പോകുന്ന ഡിസ്റ്റൻസും അപ് സ്ട്രീം പോകുന്ന ഡിസ്റ്റൻസും സെയിമാണ്. ഈ ഡിസ്റ്റൻസ് അവിടെ കണ്ടുപിടിക്കണ്ടേ. ഡിസ്റ്റൻസ് നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ പുള്ളിക്ക് ഡൗൺ സ്ട്രീം പോകാൻ വേണ്ട ടൈം 4 hours. അപ്പോൾ ഡൗൺ സ്ട്രീം അപ് സ്ട്രീം ടൈമുണ്ട്. ഡൗൺ സ്ട്രീം പോകാൻ 4 hours, അപ് സ്ട്രീം പോകാൻ 5 hours. അപ്പോൾ പോകേണ്ട സെയിം ഡിസ്റ്റൻസാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ടൈം റേഷ്യോ തിരിച്ചിട്ട് നമുക്ക് സ്പീഡ് റേഷ്യോ കിട്ടും. അപ്പോൾ നോക്കി, സ്പീഡ് റേഷ്യോ അപ്പോൾ 5:4 ആയിരിക്കും. ഇനി സ്ട്രീമിൻ്റെ സ്പീഡുണ്ട് 2 km/h. ഈ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം എടുത്തിട്ട് പകുതി എടുത്താൽ നമുക്ക് സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടും. ശരിയല്ലേ? ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 1ൻ്റെ പകുതി എടുക്കുക. ഇതാണ് നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡ്, അതായത് 2 km/h. അപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് 2 km/h ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 4 ആയിരിക്കത്തില്ലേ? അപ്പോൾ 5 എന്ന് പറയുന്നത് 20, 4 എന്ന് പറയുന്നത് 16. അപ്പോൾ നോക്കി, നമുക്ക് സ്പീഡ് കിട്ടി 20 km/h 16 km/h. അപ്പോൾ ടൈം നമ്മുടെ ഓൾറെഡി ഉണ്ട്. ഡൗൺ സ്ട്രീം പോകാൻ 4 മണിക്കൂറും അപ് സ്ട്രീം പോകാൻ 5 മണിക്കൂറും. ഇതിനകത്ത് ഏതെങ്കിലും ഓർമ്മ തമ്മിലും ഗുണിച്ചാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഓർമ്മ ഗുണിക്കുക. 16 × 5 ചെയ്താൽ 50, 30, 80 കിട്ടും. 4 × 20 ചെയ്താലും 80 കിട്ടും. അപ്പോൾ 80 ആ 2 പോർട്ടിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോട്ട്മാൻ ടേക്സ് ട്വൈസ് as long to row a distance against the stream as to row the same distance with the stream. അതായത് വെള്ളത്തിന് ഓപ്പോസിറ്റ് പോകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വെള്ളത്തിനൊപ്പം പോകാൻ എടുക്കുന്ന ടൈമിൻ്റെ ഇരട്ടിയാണ്. ഈ ഒപ്പം പോകാമെന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമും വെള്ളത്തിന് ഓപ്പോസിറ്റ് പോകാമെന്ന് പറഞ്ഞാൽ അപ് സ്ട്രീമും. അപ്പോൾ ഡൗൺ സ്ട്രീം പോകാൻ ഇപ്പോൾ ഒരു യൂണിറ്റ് ടൈം മതിയെങ്കിൽ അപ് സ്ട്രീം പോകാൻ 2 യൂണിറ്റ് ടൈം വേണം. ഇതാണ് ഒരു ടൈം റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ ഓഫ് സ്പീഡ്സ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്ട്രീം. ഓക്കെ, ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമിൻ്റെ ടൈം റേഷ്യോ ഉണ്ട്. സ്പീഡ് റേഷ്യോ കിട്ടാനായിട്ട് തിരിച്ചിട്ടാൽ പോരെ 2:1 എന്ന് കിട്ടും. ഡൗൺ സ്ട്രീം 2, അപ് സ്ട്രീം 1. ബോട്ടിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് /2 വെച്ചാൽ മതി. അപ്പോൾ 3/2 എന്ന് കിട്ടും. സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് രണ്ടും കൂടെ കുറയ്ക്കുക. സോറി, രണ്ടിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക. എന്നിട്ട് /2 ചെയ്യുക. വ്യത്യാസം 1/2. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 3:1 എന്ന് കിട്ടും നമുക്ക് വേണ്ട റേഷ്യോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ റിവർ ഈസ് ഫ്ലോയിങ് വിത്ത് എ സ്റ്റഡി സ്പീഡ് ഓഫ് 4 km/h. ഒരു റിവറിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 4 km/h. വൺ റോസ് ഹിസ് ബോട്ട് ഡൗൺ സ്ട്രീം ഇൻ ദ റിവർ ആൻഡ് ദ റിട്ടേൺസ് ബൈ റോവിങ് അപ് സ്ട്രീം ഇൻ ദ സെയിം റിവർ. ഒരാൾ കുറച്ച് ദൂരം ഡൗൺ സ്ട്രീം പോയി എന്നിട്ട് തിരിച്ച് അപ് സ്ട്രീം വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വന്നു. പിന്നെ ഹി റിട്ടേൺസ് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ഇസ് 42 km. അപ്പോൾ പുള്ളി പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ടോട്ടൽ 42 km കവർ ചെയ്തു. അപ്പോൾ നോക്കി, പുള്ളി ഒരിടത്തേക്ക് പോയി സെയിം ഡിസ്റ്റൻസ് തിരിച്ച് വന്നു. അപ്പോൾ ടോട്ടൽ 42 km. അപ്പോൾ അങ്ങോട്ട് പോയത് എത്രയാണ്? 21. തിരിച്ച് വരാനും എത്ര തന്നെ എടുത്തു? 21 km. If the return journey takes 2 hours more than his outward journey, then the speed of his rowing in still water must be. ഓക്കെ, പുള്ളി പോയപ്പോൾ എടുത്ത ടൈമിനേക്കാളും 2 hours കൂടുതലെടുത്തു തിരിച്ച് വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ റോവിങ്ങിൻ്റെ സ്പീഡ്, അതായത് പുള്ളിയുടെ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നോക്കി, പുള്ളി പോയപ്പോൾ ഡൗൺ സ്ട്രീമാണ്. ഡൗൺ സ്ട്രീം പോകുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ കൂടെ സ്ട്രീമിൻ്റെ സ്പീഡ് കൂട്ടുക. സ്ട്രീമിൻ്റെ സ്പീഡ് 4. തിരിച്ച് വരുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് B-4 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാൻ എടുത്ത ടൈമിൻ്റെ വ്യത്യാസം വന്ന് 2 hours. അതായത് ഡൗൺ സ്ട്രീം പോകാൻ കുറച്ച് സമയം എടുത്തോളൂ, അപ് സ്ട്രീം പോകാൻ കൂടുതൽ സമയം എടുത്തു. അപ്പോൾ 2 ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 hours കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഓപ്ഷൻ ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനല്ലോ പറഞ്ഞിരിക്കുന്നത്. ബോട്ടിൻ്റെ സ്പീഡുകളാണ് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നോക്കുക. എന്നിട്ട് ഓരോ ടൈമും കണ്ടുപിടിക്കുക. വ്യത്യാസം എടുത്താൽ 2 hours കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ നോക്കി, ഇത് ഡൗൺ സ്ട്രീം, ഇത് അപ് സ്ട്രീം. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് 12 ആണെങ്കിൽ ബിക്ക് 12 കൊടുക്കുക. അപ്പോൾ 12 4 കൂട്ടിയ 16. അപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് 12/16. സോറി, 12 പോട്ടെ, 21/16. അപ് സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുന്നത് 21 ബിക്ക് 12 കൊടുത്താൽ 12 - 4 8. ഇതിൻ്റെ വ്യത്യാസം എടുക്കണം. ഇതിനോട്ട് സെയിം ആക്കുക. ഇത് 42/16. 42/16 എന്ന് 21/16 കുറച്ച് 21/16 കിട്ടും. 21/16 ഇതാ 2 കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ ആൻസർ 12 അല്ല. ഇനി 10 ഇട്ട് നോക്കുക. അപ്പോൾ 21/10 4 കൂട്ടിയ 14. 21/10 4 കുറച്ച് കഴിഞ്ഞാൽ 6. വ്യത്യാസം കൊടുക്കുക. 21 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 21. 1/6 അല്ലേ വലുത്. അപ്പോൾ 1/6 നിന്ന് 1/14 കുറയ്ക്കാം.
14 6 വെച്ച് കഴിഞ്ഞാൽ 8/6 × 14. ഇവിടെ മുകളിൽ 21. ഇനി 7 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3ഉം ഇവിടെ 2ഉം വരും. 2 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4, 3 അങ്ങോട്ട് കൊടുത്താൽ 2, 2 വെട്ടിയാൽ 2. കണ്ടോ, 2 അവർന്ന് കിട്ടിയില്ലേ? അപ്പോൾ 10 ആണ് നമ്മുടെ ആൻസർ. ഈ വേണേൽ നമുക്കിത് ചെയ്തും കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ എന്ത് വരും? നമുക്ക് അപ്സ്ട്രീം പോകാനല്ലേ കൂടുതൽ ടൈം വേണ്ടേ? അത് ആദ്യം എഴുതാം. ഇപ്പോൾ 21/b - 4 - 21/b + 4 = 2 അവർ. 21 കോമൺ എടുക്കുക. അപ്പോൾ 21 പുറത്ത് വരും. ഇനി 1/b - 4 - 1/b + 4 ക്രോസ് ചെയ്യുക. അപ്പോൾ b + 4 പിന്നെ മൈനസ് പിന്നെ b - 4. ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ -b + 4 എന്ന് വരും. താഴെ b - 4 × b + 4. അപ്പം b² - 4², b² - 16 എന്ന് വരും. ഈ ബിയും ബിയും പോവും. 4 4 കൂടി കഴിഞ്ഞാൽ 8 എന്ന് വരും. മുകളിൽ 21 ഉണ്ട്. = 2. 2 ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 4. 4 × 21 ചെയ്ത് കഴിഞ്ഞാൽ 84. 84 = b² - 16. ഈ -16 അങ്ങോട്ട് പോയാൽ +16. അപ്പോൾ കൂട്ടിയാൽ 100 എന്ന് വരും. അപ്പോൾ b² 100 ആണെങ്കിൽ b 10. ഓക്കെ, അടുത്തത്. The ratio of speeds of a motorboat to that of a current of water is 36:5. ഒരു ബോട്ടിൻ്റെയും സ്ട്രീമിൻ്റെയും സ്പീഡ് റേഷ്യോ ഉണ്ട് 36:5. ദ മോട്ടോർ ബോട്ട് ഗോസ് എലോങ് വിത്ത് ദ കറണ്ട് ഇൻ 5 hours 10 minutes. നമ്മുടെ ബോട്ട് വെള്ളത്തിൻ്റെ ഒപ്പം 5 മണിക്കൂർ 10 മിനിറ്റും പോകും. വെള്ളത്തിനൊപ്പം പോകുന്ന ഡൗൺ സ്ട്രീം പോവുക. അപ്പോൾ ഡൗൺ സ്ട്രീം പോവും ഇത്രയും നേരം. ഫൈൻഡ് ദ ടൈം ടു കം ബാക്ക് ഓഫ് ദ മോട്ടോർ ബോട്ട്. ബോട്ട് പോയിട്ട് തിരിച്ചറിയാൻ എത്ര സമയം എടുക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പോകുന്നത് വരുന്ന സെയിം ഡിസ്റ്റൻസാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് റേഷ്യോ തിരിച്ചിട്ടാൽ ടൈം റേഷ്യോ കിട്ടും. അപ്പോൾ പോകുന്നത് ഡൗൺ സ്ട്രീം. അപ്പോൾ ഇവിടെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിനോടെ സ്ട്രീമിൻ്റെ സ്പീഡ് കൂട്ടുക. അപ്പോൾ 41. അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പോൾ 31 വരും. അപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് റേഷ്യോ ഇതാണ്. അപ്പോൾ ടൈം റേഷ്യോ എന്ന് പറഞ്ഞാൽ 31/41 ആയിരിക്കും. ഓക്കെ, ഡൗൺ സ്ട്രീം പോകാനെടുക്കുന്ന ടൈം 31. ഈ 31 എന്ന് പറയുന്നതാണ് 5 hours 10 minutes. 5 hours 10 minutes. 10 minutes എന്ന് പറഞ്ഞാൽ 1/6 hour അല്ലേ? അപ്പോൾ 5 + 1/6 hour. 31 31/6. 31 എന്ന് പറയുന്നതാണ് ഈ 31/6. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1/6. അപ്പോൾ 41 എന്ന് പറഞ്ഞാൽ 41/6 ആയിരിക്കും. ഓക്കെ, 41/6 അവർ. ഇനി ഇത് ചെയ്യാം. അപ്പോൾ 6 6 6 36 6 6 36 പിന്നെ 5 6 ആൻഡ് 5/6 അവർ. 1/6 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 minutes. അപ്പോൾ 5/6 എന്ന് പറഞ്ഞാൽ 50 minutes. അപ്പോൾ 6 hours 50 minutes നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്. എ മാൻ സ്വിമ്മിങ് ഇൻ എ സ്ട്രീം വിച്ച് ഫ്ലോസ് 1.5 km/h ഫൈൻസ് ദാറ്റ്. ഓക്കെ, നമ്മുടെ വെള്ളത്തിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 1.5 km/h. ഫൈൻസ് ദാറ്റ് ഇൻ എ ഗിവൺ ടൈം ഹി ക്യാൻ സ്വിം ട്വൈസ് ആസ് ഫാർ വിത്ത് ദ സ്ട്രീം ആസ് ഹി ക്യാൻ എഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് ഒരു ഗിവൺ ടൈമിൽ, അതായത് സെയിം ടൈമിൽ പുള്ളിക്ക് സ്ട്രീമിൻ്റെ ഒപ്പം പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രീമിന് ഓപ്പോസിറ്റ് പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസിൻ്റെ ഇരട്ടി. അതായത് ഒരു ഗിവൺ ടൈമിൽ പുള്ളിക്ക് അപ്പ് സ്ട്രീം പോകാൻ പറ്റുന്ന ഡിസ്റ്റൻസിൻ്റെ ഇരട്ടി പുള്ളിക്ക് ഡൗൺ സ്ട്രീമിൽ പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് റേറ്റ് ഡസ് ഹി സ്വിം? പുള്ളി നീന്തുന്ന റേറ്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ പുള്ളി ഒരു ബോട്ട് ഓടിക്കുകയാണെങ്കിൽ ആ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ സെയിം ടൈമാണ്. ടൈം സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് റേഷ്യോയും സ്പീഡ് റേഷ്യോയും സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഡിസ്റ്റൻസ് റേഷ്യോ. അത് ടൈം സെയിം ആണെങ്കിൽ അപ്പ് സ്ട്രീം പോകുന്ന ഡിസ്റ്റൻസിൻ്റെ ഇരട്ടി നമുക്ക് ഡൗൺ സ്ട്രീമിൽ പോകാൻ പറ്റും. അപ്പോൾ സ്പീഡ് റേഷ്യോ എന്ന് തിരിച്ചിട്ടാൽ പോരെ 1/2. ഓക്കെ, ഇനി നമ്മുടെ വെള്ളത്തിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 1.5. ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും അറിയാമെങ്കിൽ വെള്ളത്തിൻ്റെ സ്പീഡിനായിട്ട് വ്യത്യാസം എടുക്കുക, /2 ചെയ്യുക. വ്യത്യാസം 1 പകുതി എടുത്താൽ 1/2 എന്ന് കിട്ടും. 1/2 ആണ് ഈ 1.5 km/h. 1.5 എന്ന് പറഞ്ഞാൽ 3/2 km/h. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 3 km/h. അപ്പോൾ 1 എന്ന് പറയുന്നത് 3 km/h, 2 എന്ന് പറയുന്നത് 6 km/h. ചോദിച്ചേക്കുന്നത് പുള്ളി നീന്തുന്ന ആ സ്പീഡാണ്. അപ്പോൾ പുള്ളി നീന്തുന്ന സ്പീഡ് കിട്ടാനായിട്ട് രണ്ടും കൂടെ കൂട്ടുക, /2 ചെയ്യുക. 6 3 കൂട്ടി 9. 9/2 ചെയ്ത് കഴിഞ്ഞാൽ 4.5 km/h കിട്ടും. ഓക്കെ, അടുത്തത്. എ മാൻ ക്യാൻ റോ അറ്റ് എ സ്പീഡ് ഓഫ് 4.5 km/h ഇൻ സ്റ്റിൽ വാട്ടർ ടു എ സെർട്ടൻ അപ്സ്ട്രീം പോയിന്റ് ആൻഡ് ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ എ റിവർ വിച്ച് ഫ്ലോസ് അറ്റ് 1.5 km/h. ഓക്കെ, ഒരാൾ കുറച്ച് ദൂരം അപ്സ്ട്രീമിൽ പോയി, എന്നിട്ട് തിരിച്ച് അതേ ദൂരം ഡൗൺ സ്ട്രീമിൽ വന്നു. പുള്ളിയുടെ സ്പീഡ് വന്നിട്ടുണ്ട് 4.5, വെള്ളത്തിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 1.5. ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ടോട്ടൽ ജേർണി. പുള്ളിയുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ
നോക്കി, പുള്ളി പോയതും വന്നതും സെയിം ഡിസ്റ്റൻസാണ്. പുള്ളിയുടെ സ്പീഡ് 4.5, വെള്ളത്തിൻ്റെ സ്പീഡ് 1.5 ആണ്. അപ്പോൾ അപ്പ് സ്ട്രീം പോകുമ്പോൾ ഉള്ള സ്പീഡ് ഇവരുടെ വ്യത്യാസം, അതായത് 3. ഡൗൺ സ്ട്രീം പോകുമ്പോൾ ഉള്ള സ്പീഡ് എന്ന് പറയുന്നത് ഇവരുടെ സം, അതായത് 6. നമുക്ക് പുള്ളി എത്ര ദൂരം പോയെന്ന് അറിയത്തില്ല, പുള്ളി എത്ര സമയം എടുത്തു എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് അറിയാമോ, ഈ 3ഉം 6ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് എടുക്കും. 6 അല്ലേ, അപ്പോൾ അങ്ങോട്ട് 6 പോയി, 6 പോയിട്ട് 6 തിരിച്ചു വന്നു. അപ്പോൾ പോയപ്പോൾ പുള്ളി അപ്പ് സ്ട്രീമും തിരിച്ചു വന്നപ്പോൾ ഡൗൺ സ്ട്രീമുമാണ്. അപ്പോൾ നോക്കി, അപ്പ് സ്ട്രീം സ്പീഡ് 3, ഡൗൺ സ്ട്രീം സ്പീഡ് 6. അപ്പോൾ പോകാനെടുത്ത ടൈം എന്ന് പറയുന്നത് 6/3 2 അവർ, തിരിച്ച് വരാനെടുത്ത ടൈം എന്ന് പറയുന്നത് 6/6 1 അവർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 6 ഓറും 12, ടോട്ടൽ ടൈം 2 1 3. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ എത്ര കിട്ടും? 4 km/h എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു എക്സ് എന്ന് എടുത്തിട്ട് ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയി കിട്ടത്തുള്ളൂ. നമ്മളിത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ 6 എടുത്തത് നമുക്ക് ഈ സ്പീഡ് വെച്ച് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Man can row at a speed of 15 km in still water to a certain upstream point and back to the starting point in a river which flows at a 3 km/h. ഓക്കെ, ഇത് സെയിം ക്വസ്റ്റ്യനാണ്. പുള്ളിയുടെ സ്പീഡ് 15ഉം വെള്ളത്തിൻ്റെ സ്പീഡ് 3. കുറച്ച് ദൂരം അപ്പ് സ്ട്രീമിൽ പോയി, കുറച്ച് ദൂരം ഡൗൺ സ്ട്രീമിൽ വന്നു. അങ്ങനെയാണെങ്കിൽ പുള്ളി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 18, ഇവരുടെ സമ്മ്. അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇവരുടെ വ്യത്യാസം, അതായത് 12. അപ്പോൾ പോയ ഡിസ്റ്റൻസും വന്ന ഡിസ്റ്റൻസും സെയിമാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഈ സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എടുത്താൽ മതി. 18ഉം 12ഉം അല്ലേ, ഇവർ എൽസിയം എടുക്കുക. 18 12, വലിയ നമ്പർ 18. ഇതെന്ന് പറഞ്ഞാൽ 6x3, ഇത് 6x2, ഇത് രണ്ടും കൂടെ ചേർത്താൽ പോരെ, അപ്പോൾ 36. അപ്പം അങ്ങോട്ട് 36 പോയി, തിരിച്ചു വന്നത് 36. പോയത് അപ്പ് സ്ട്രീം, തിരിച്ചു വന്നത് ഡൗൺ സ്ട്രീമിൽ. അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ 18, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ അപ്പ് സ്ട്രീം പോകാനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 3, ഡൗൺ സ്ട്രീം വരാനെടുത്ത ടൈം എന്ന് പറയുന്നത് 2. ടോട്ടൽ ഡിസ്റ്റൻസ് 72, ടോട്ടൽ ടൈം 5. അപ്പോൾ എന്ത് കിട്ടും? 12, 14 5 70. പിന്നെ ഒരു 2 കൂടെ അല്ലേ, അപ്പോൾ 14.4 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, നൺ ഓഫ് ദിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ക്യാൻ റോ 7 km/h ഇൻ സ്റ്റിൽ വാട്ടർ. നമ്മുടെ ആളുടെ സ്പീഡ് വന്നിട്ടുണ്ട്. ദ റിവർ ഈസ് റണ്ണിങ് അറ്റ് 3 km/h. റിവറിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട്. ദെൻ ഇറ്റ് ടേക്സ് 6 hours മോർ ഇൻ അപ്പ് സ്ട്രീം ദാൻ ടു ഗോ ഡൗൺ സ്ട്രീം ഫോർ ദ സെയിം ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് അപ്പ് സ്ട്രീമിൽ പോകാനായിട്ട് ഡൗൺ സ്ട്രീമിൽ എടുക്കുന്നതിനേക്കാൾ 6 മണിക്കൂർ കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടും. ഓക്കെ, നമുക്ക് ആളുടെ സ്പീഡുണ്ട്, റിവറിൻ്റെ സ്പീഡുണ്ട്. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 10 km/h, അപ്പ് സ്ട്രീം എന്ന് പറയുന്നത് 4 km/h. അപ്പോൾ ഇത് സ്പീഡ് റേഷ്യോയാണ്. അപ്പോൾ ടൈം റേഷ്യോ കിട്ടാനായിട്ട് തിരിച്ചിട്ടാൽ മതി, കാരണം സെയിം ഡിസ്റ്റൻസാണ്. അപ്പോൾ ടൈം റേഷ്യോ കിട്ടാൻ തിരിച്ചിടുക. 4:10 വെട്ടിക്കഴിഞ്ഞാൽ 2:5 എന്ന് വരും. ഇവരുടെ ടൈമിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട് 6 hour. ഇവിടുത്തെ ഡിഫറൻസ് 3 3 എന്ന് പറയുന്നത് 6 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ 2 എന്ന് പറയുന്നത് 4 hour, 5 എന്ന് പറയുന്നത് 10 hour. ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകിൽ ഇതും ഇൻഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഇൻഡ്യൂസ് ചെയ്യുക. ആൻസർ കിട്ടും. 10 × 4 40 നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പി ക്യു ആൻഡ് ആർ ആർ 3 towns ഓൺ എ റിവർ വിച്ച് ഫ്ലോസ് യൂണിഫോംലി. ഓക്കെ, ഒരു പുഴയുടെ സൈഡിലുള്ള 3 ടൗണാണ് പിയും ക്യൂ ആറും. ക്യൂ ഇസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം പി ആൻഡ് ആർ. ഓക്കെ, അപ്പോൾ ക്യൂ പി ആർ ഇവരടക്കുള്ള ഡിസ്റ്റൻസ് സെയിമാണ്. ഐ റോ ഫ്രം പി ടു ക്യൂ ആൻഡ് ബാക്ക് ഇൻ 10 hour. ഓക്കെ, ഞാൻ പി തൊട്ട് ക്യൂ വരെ പോയി, ക്യൂ തിരിച്ച് പി വരെ എത്താൻ 10 മണിക്കൂർ എടുത്തു. ആൻഡ് ഐ ക്യാൻ റോ ഡൗൺ സ്ട്രീം ഫ്രം പി ടു ആർ ഇൻ 4 hour. ഓക്കെ, ഈ ഡയറക്ഷൻ ഡൗൺ സ്ട്രീം ആണേ. പി തൊട്ട് 6 വരെ പോകാൻ 4 മണിക്കൂർ എടുത്തു. ഈ ഡിസ്റ്റൻസ് സെയിമാണ്. അപ്പോൾ ഇവിടം വരെ പോകാൻ 2 hour, ഇവിടം വരെ പോകാൻ 2 hour. കമ്പയർ ദ സ്പീഡ് ഓഫ് മൈ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ വിത്ത് ദാറ്റ് ഓഫ് ദ റിവർ. ബോട്ടും സ്ട്രീമും തമ്മിലുള്ള സ്പീഡിൻ്റെ റേഷ്യോ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ, പി തൊട്ട് ക്യൂ വരെ പോയിട്ട് പിന്നെ തിരിച്ച് പി വരെ വരാൻ 10 മണിക്കൂർ എടുത്തു. അങ്ങോട്ട് ഡൗൺ സ്ട്രീമാണ്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് പോകാൻ 2 hour മതി. അപ്പോൾ തിരിച്ച് വരാനാണ് ബാക്കി സമയം എടുത്തത്. മൊത്തം 10 hour അല്ലേ. അപ്പോൾ പോകാൻ 2 മണിക്കൂർ, തിരിച്ച് വരാൻ 8 മണിക്കൂർ. അപ്പോൾ നോക്കി, ഡൗൺ സ്ട്രീം പോകാൻ 2 hour, അപ്പ് സ്ട്രീം വരാനായിട്ട് 8 hour. പോയ ഡിസ്റ്റൻസ് സെയിം അല്ലേ. അപ്പോൾ ടൈം റേഷ്യോ തിരിച്ചിട്ട് നമുക്ക് സ്പീഡ് റേഷ്യോ കിട്ടും. അപ്പോൾ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് 8:2 വെട്ടിക്കഴിഞ്ഞാൽ 4:1 കിട്ടും. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡുണ്ട്, അപ്പ് സ്ട്രീം സ്പീഡുണ്ട്. ബോട്ടിൻ്റെ സ്പീഡ് കിട്ടാണ്ട് 2 കൂടെ കൂട്ടുക /2 ചെയ്യുക. അപ്പോൾ 4 × 5 5/2. സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടാൻ കുറയ്ക്കുക /2 ചെയ്യുക. അപ്പോൾ 3/2 വെട്ടിക്കഴിഞ്ഞാൽ 5:3 കിട്ടും നമ്മുടെ ആൻസർ.
ഇവിടെ നമ്മളൊന്ന് ചെയ്ത കണക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിലോട്ട് ചോദിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.